ഓണവിപണി ഇടപെടലിന് സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളടക്കം സുലഭമായി ലഭിക്കും. പല ഉത്പന്നങ്ങൾക്കും വില കുറച്ചു. പഞ്ചസാരയുടെ വിലയിലെ മാറ്റം നേരിയതെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഓണക്കാലത്തെ വിപണി ഇടപെടലിന് സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം ഒരുങ്ങി. റേഷൻ കടകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. അരിക്കും ക്ഷാമമുണ്ടാകില്ല. നാളെ 6-ാം തീയതി ജില്ലാ ഫെയറുകൾ ആരംഭിക്കും. 10-ാം തീയതി മണ്ഡലം താലൂക്ക് നിലവാരത്തിലുള്ള ഫെയറുകൾ ആരംഭിക്കും. എന്നാൽ എല്ലാ ഔട്ട്ലെറ്റിലും ആവശ്യത്തിലേറെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അരിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ പ്രേക്ഷകർ അറിയേണ്ടുന്നത്, കേരളത്തിൻ്റെ ഈ അടുത്ത നാളുകളിൽ ഒരു 10-15 വർഷത്തെ ചരിത്രത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റേഷൻ കടകളിലൂടെ എല്ലാ കാർഡുകാർക്കും സഫീഷ്യൻ്റായിട്ടുള്ള അരി ലഭ്യമാകുന്നത് ഈ ഓണക്കാലത്താണ്. വെള്ള നീല കാർഡുകാർ 52 ലക്ഷം കാർഡുടമകളുണ്ട്. 52 ലക്ഷം കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന നീല കാർഡിന് പെർ ഹെഡ് 2 കിലോ അരി ലഭിക്കുകയാണ്. അതിന് പുറമെ 10 കിലോ അരി അധികമായി കൊടുക്കുകയാണ്. വെള്ള കാർഡുകാർക്കും 10 കിലോ അരി കൊടുക്കുകയാണ്. പല ഉൽപ്പന്നങ്ങൾക്കും വില കുറച്ചു. പഞ്ചസാരയുടെ വിലയിൽ വന്ന മാറ്റം നേരിയതാണെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പറഞ്ഞു. നിശ്ചയിച്ച വിലയിൽ നിന്ന് വീണ്ടും കുറയ്ക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാർക്കറ്റിൽ വലിയ തോതിൽ വില വ്യത്യാസം വരുമ്പോൾ ചെറിയ വ്യത്യാസം 2 രൂപ 1.5 രൂപയുടെ വ്യത്യാസമാണ് 2 ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 2-3 ഉൽപ്പന്നങ്ങൾക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. പഞ്ചസാര സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ ഒരു 9 മാസമായി സപ്ലൈകോയിൽ പഞ്ചസാര വിതരണമേ ഇല്ലായിരുന്നു. കാരണം വില മാർക്കറ്റിലെ വില 44 രൂപ 46 രൂപയാണ്. ആ വിലയ്ക്ക് എടുത്ത് നേർപകുതി 20-21 രൂപയ്ക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ചെറിയ വ്യത്യാസം 2 രൂപയോ 1-2.5 രൂപയുടെ വ്യത്യാസമാണ് പഞ്ചസാരയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോഴും മാർക്കറ്റിലെ വിലയേക്കാൾ 10, 12, 13 രൂപ വില കുറച്ചാണ് സപ്ലൈകോ കൊടുക്കുന്നത്. അതുപോലെ തൂരപ്പരിപ്പിൻ്റെ വില 180, 185 രൂപ വരെ ആകുന്ന അവസ്ഥ വന്നു. വലിയ വ്യത്യാസമാണ് വന്നത്. ഇതെല്ലാം തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വരും. എന്നാൽ അതേ സമയത്ത് തന്നെ വെളിച്ചെണ്ണയ്ക്ക് വില വളരെ കുറച്ചു. അതുപോലെ അരിയുടെ വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയറിൻ്റെ വില കുറയ്ക്കുകയുണ്ടായി. ഇങ്ങനെ പല ഉൽപ്പന്നങ്ങളുടെയും വില കാലാകാലങ്ങൾ കുറയ്ക്കുന്ന നിലപാടും എടുത്തിട്ടുണ്ട്. എപ്പോഴും ജനങ്ങൾക്ക് മാർക്കറ്റിലെ വിലയേക്കാൾ ഒരു 10-15 രൂപയുടെ ഡിഫറൻസ് നമുക്ക് ഈ സ്ഥാപനത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് മാർക്കറ്റ് ഇടപെടലിനായി ഞങ്ങൾ കാണുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.